LDF-ൽ നിന്ന് 2 പേർ UDF-ൽ ചേർന്നു. ചാനൽ ചർച്ചകളുടെ ഭാഗമായിരുന്ന CPIM-ലെ BN ഹസ്കർ, CPI നേതാവ് മുസ്തഫ എന്നിവരാണ് RSPയിൽ ചേർന്നത്. ചവറയിലെ ബേബി ജോൺ അനുസ്മരണ പരിപാടിയിലാണ് ഇരുവരും RSPയിൽ ചേർന്നത്. കൊല്ലത്തെ 2 LDF നേതാക്കളാണ് UDF-ലെത്തിയത്. ഇടത് നിരീക്ഷകൻ എന്ന നിലയിൽ ചാനൽ ചർച്ചകളിൽ സജീവമായിരുന്ന CPM-ലെ BN ഹസ്കർ, മുതിർന്ന CPI നേതാവ് A മുസ്തഫ എന്നിവരാണ് RSPയിൽ ചേർന്നത്. ചവറയിൽ നടന്ന ബേബി ജോൺ അനുസ്മരണ സമ്മേളനത്തിൽ ഇരുവരും RSPയിൽ ചേരുകയായിരുന്നു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു UDF പ്രവേശം. മുഖ്യമന്ത്രി പിണറായി വിജയനെ ചാനൽ ചർച്ചയിൽ വിമർശിച്ചതിനെ തുടർന്ന് CPM വിലക്ക് നേരിട്ട BN ഹസ്കർ RSPയിലേക്ക് പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി ഔദ്യോഗിക കാറിൽ കയറ്റിയതിനെയാണ് ചാനൽ ചർച്ചയിൽ ഹസ്കർ വിമർശിച്ചത്. കേരളത്തിലെ ഇടതുപക്ഷം അതിന്റെ ജീർണതയുടെ പരമകോടിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടും 36 കൊല്ലം പാർട്ടിക്കൊപ്പം നടക്കുകയും പാർട്ടിയായി ശ്വസിക്കുകയും ചെയ്തിരുന്ന ഞാൻ എന്റെ പാർട്ടിയെ വിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ട് കൃത്യമായി ഇടതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക്, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സൈദ്ധാന്തിക വശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടക്കണം എന്ന ഉദ്ദേശത്തിൽ ഇന്ന് ഇടതുപക്ഷത്തിന്റെ ജീർണതകൾക്കെതിരെ പോരാടുന്നതിനു വേണ്ടി ഇടതുപക്ഷ മൂല്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഞാൻ RSPയിലേക്ക് ചേർന്നിരിക്കുന്നു. ഇടതുപക്ഷം കേരളത്തിൽ ജീവിച്ചിരിക്കണമെങ്കിൽ, ആ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഉണ്ടാവണമെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തണമെന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കേരളത്തിന്റെ ഭരണകൂടത്തിന്റെ മേലെ ഒരു അധികാരവർഗം ഉയർന്നു വന്നിരിക്കുന്നു. ആ പുതിയ വർഗമാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തെയും CPM-നെയും ജീർണിപ്പിച്ചത് എന്നുള്ളത് കൊണ്ട്, ആ ജീർണതയുടെ ദുർഗന്ധം ഇനി ശ്വസിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ആ പാർട്ടി വിട്ട് RSPയിലേക്ക് എത്തുന്നതിനുള്ള തീരുമാനം. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും LDF ചടയമംഗലം നിയോജകമണ്ഡലം കൺവീനർ, ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ് A മുസ്തഫ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ചടയമംഗലത്ത് മുസ്തഫ സ്ഥാനാർത്ഥിയാകുമെന്ന നിലയിൽ ചർച്ചകൾ നടന്നിരുന്നു. 20 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലെ 4 മണ്ഡലങ്ങളിലും അതുമായി ബന്ധപ്പെട്ട സംഘടനാപരമായ ആലോചനകൾ വിവിധ തലങ്ങളിൽ നടത്തി അക്കാര്യത്തിൽ തയ്യാറാക്കിയ പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട തീരുമാനത്തിന് സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ മുമ്പിൽ പോയി. 2016 അനുഭവം ഞാൻ പറഞ്ഞു, ഒരു പ്രതിഷേധവും എനിക്കുണ്ടായിരുന്നില്ല. ദൗർഭാഗ്യവശാൽ 3 മണ്ഡലങ്ങളിലെ കരുനാഗപ്പള്ളിയിൽ R രാമേന്ദ്രൻ, ചാത്തന്നൂരിൽ GS ജയലാൽ, പുനലൂരിൽ PS സുബാൻ ആ പ്രപ്പോസലിൽ നിന്നും 3 അംഗീകരിച്ചു. ചടയമംഗലം ഫ്രീസറിൽ വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സഖാവ് റെസ്റ്റ് ഹൗസിൽ വരെ ഒന്ന് വരണം. എന്റെ സെക്രട്ടറി അല്ലേ വിളിക്കുന്നത് എന്ന് കരുതി ഞാൻ റെസ്റ്റ് ഹൗസിൽ ചെല്ലുമ്പോ സഖാവ് കാനൻ രാജേന്ദ്രനും സഖാവ് പന്ന്യൻ രവീന്ദ്രനും ആ റൂമിലുണ്ട്. അഭിമാനത്തോടെ കയറിയിരുന്നു. എന്നോട് പറഞ്ഞു, സഖാവ് മുസ്തഫ, ആ ജില്ലയിൽ 4 സീറ്റുകളുണ്ട്, നമുക്കൊരു വനിതയെ മത്സരിപ്പിച്ചല്ലേ കഴിയൂ. ഞാൻ പറഞ്ഞാൽ എന്താ സാധ്യത കുഴപ്പം? അത് വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ ചടയമംഗലത്ത് നിന്നും നമുക്ക് ആ വനിതയെ നിർത്തി വിജയിപ്പിക്കും. ഞാൻ ചോദിച്ചു, സഖാവേ, ഇത് 4 നിങ്ങളുടെ മുന്നിൽ വരുമ്പോ ആ വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പുനലൂരിൽ നിന്ന് നിർത്തി മത്സരിപ്പിക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? 2 തവണ അയാൾ പൂർത്തിയായില്ലേ? 3ാമത്തെ തവണ വീണ്ടും മത്സരിക്കാനല്ലേ ഇപ്പോൾ നിർദ്ദേശിച്ചു. പോട്ടെ, കരുനാഗപ്പള്ളി രാമേന്ദ്ര സാബ് ഒരു തവണയും മത്സരിച്ചു. GS ജയലാലിന്റെ ചാത്തന്നൂരിൽ നിന്നായിക്കൂടെ? ഇതൊന്നും ആ രീതിയിൽ പരിഗണിക്കാം. എങ്ങനെ എന്നെ ഒഴിവാക്കാം? ഞാൻ MLA ആകാൻ വേണ്ടി ജനിച്ചയാളല്ല. ഞാൻ വെറും ഒരു സാധാരണക്കാരായ പ്രവർത്തകനാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.